നമ്മളപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തല്ലേ. സോൾവ് ചെയ്ത് വന്നു. നമ്മൾ ടോട്ടൽ സ്കോർ നോക്കുമ്പോൾ നമ്മളൊരു 400 അല്ലെങ്കിൽ ഒരു 500 മാർക്സ് വരെ എത്താമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് മതിയോ? നമുക്കിനി മാർക്ക് കൂടണ്ടേ? ഈ ഇമ്പ്രൂവ്മെൻറ്റ് എവിടെ നിന്നാണ് വരിക? നമ്മൾ വീണ്ടും എന്താ പറയുക, ഒന്നും കൂടി ഈ പ്രോസസ്സൊക്കെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ 8th സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീ ഇവാലുവേഷനാണ്. റീ ചെക്കിങ്ങെന്നോ പല രീതിയിലും നമുക്കിതിനെ പറയാം. പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ റീ ഇവാലുവേറ്റ് ചെയ്യണം. എവിടെയാണ് മാർക്ക് പോയത്, എന്താണ് സംഭവിച്ചത്, എവിടെയൊക്കെ എനിക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും, ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഒഴിവാക്കിയത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് ഞാനെന്താ പറയുക ഗെസ് ചെയ്ത് കിട്ടിയത്, ഇതൊക്കെ നമുക്കൊന്ന് ആനലൈസ് ചെയ്യാൻ പറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് കണ്ടുപിടിക്കാനും ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കമ്പൽസറി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾ ആദ്യം ഒരു ഡെയിലി നിങ്ങൾ ഓരോ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ സോൾവിങ് ദ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് നിങ്ങൾ എന്താ പറയുക മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് രാത്രിയോ അല്ലെങ്കിൽ പിന്നീട് എപ്പോഴാണ് നിങ്ങൾ പഠിക്കാനിരിക്കുന്നത് ആ ഒരു ടൈമിൽ ഒരു 1.5 to 2 hours നിങ്ങൾ അന്ന് സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആനാലിസിസ് നിർബന്ധമായിട്ടും ചെയ്യണം. ഇറ്റ്സ് എ കമ്പൽസറി തിങ്. എങ്ങനെയാണ് നിങ്ങൾ ആനലൈസ് ചെയ്യാം? നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ഡിവൈഡ് ആക്കാം പല ടൈപ്സ് ആയിട്ട് ക്വസ്റ്റ്യൻസിന്. അതായത് ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ആൻസർ എഴുതിയ യു ആർ ഷുവർ, യു ആർ കോൺഫിഡൻറ്റ്, അതായത് നിങ്ങൾ കറക്റ്റ് മെത്തേഡിലൂടെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗെസ് വർക്കിലൂടെ കറക്റ്റ് കിട്ടിയ ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തേന്ന് പറയുന്നത് നിങ്ങൾ അൺഅറ്റംപ്റ്റഡായി വെച്ച ക്വസ്റ്റ്യൻസ്. നാലാമത്തേത് നിങ്ങൾക്ക് തെറ്റായി വന്ന നെഗറ്റീവ് മാർക്സ് കിട്ടിയ ക്വസ്റ്റ്യൻസ്. ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യനെയും നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഈ കറക്റ്റായ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ആക്ച്വലി നിങ്ങൾ അത്രയും ഷുവറായ കൺഫേം ആയ ഒരു ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അധികം കെയർ ആക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ അതിനെ ഒഴിവാക്കാം. പിന്നുള്ളത് നമ്മളെ സെക്കൻഡ് ലെവലാണ്, അതായത് ഗസ് ചെയ്ത് കറക്റ്റ് കിട്ടിയ ക്വസ്റ്റ്യൻസ്. അവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് നിങ്ങൾ ആനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ആ ഒരു പോർഷനിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തുറന്ന് ആ ഒരു പാർട്ട് ഓഫ് ഏരിയ നിങ്ങൾ റിവൈസ് ചെയ്യുക, വീണ്ടും ഒന്നുകൂടി നോക്കാം. ദ സെയിം തിങ് ഗോസ് ടു അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ്. ഈ അൺഅറ്റംപ്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ പല ടൈപ്പ് ഉണ്ടാവും. ഒന്ന് NCERT-ലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോളേജ് ഇല്ലാത്തത് കൊണ്ട് അൺഅറ്റംപ്റ്റഡായി വരാം. രണ്ടാമത്തത് ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻസ് വരാം, അതും നീറ്റിൽ പോസിബിൾ ആണ്. സം ക്വസ്റ്റ്യൻസ് ആർ ഔട്ട് ഓഫ് സിലബസ്, NCERT ബേസ്ഡ് ആയിരിക്കില്ല. NCERT ബേസ്ഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് അധികം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദർ വിൽ ഓൾവേസ് ബി സം ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് നീറ്റത്തല്ല 180 ഔട്ട് ഓഫ് 180 അടിക്കുക എന്നുള്ളതല്ല, അതല്ല നമ്മുടെ ഗോൾ. നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ആക്ച്വലി NCERT-യിൽ നിന്ന് വരുന്ന ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. അത് കറക്റ്റായി സോൾവ് ചെയ്താൽ ഗ്യാരണ്ടീഡ് ആണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ, ഇന്ത്യയിൽ ഏതൊരു നല്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും സീറ്റ് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ NCERT-ക്ക് പുറമേ ഉള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ എന്താ പറയുക, നമുക്ക് വേണമെങ്കിൽ സൊല്യൂഷൻസ് നോക്കാം. ഇറ്റ്സ് റെക്കമെൻഡഡ്, ബട്ട് അതിനധികം ടൈം സ്പെൻഡ് ചെയ്യേണ്ട എന്നുള്ളതാണ്. ഓൺ ദി അതർ ഹാൻഡ് NCERT-യിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ അൺഅറ്റംപ്റ്റഡായി, നിങ്ങളെ നോളേജ് കുറവായതുകൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് അപ്പോൾ തന്നെ നിങ്ങൾ കമ്പൽസറി റിവ്യൂ ചെയ്യണം. ദ സെയിം തിങ് ഗോസ് ടു നിങ്ങൾ തെറ്റിച്ച ക്വസ്റ്റ്യൻസും. തെറ്റിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് അറിവില്ലായ്മ കാരണം തെറ്റാം. അതല്ലാതെ തന്നെ കെയർലെസ് മിസ്റ്റേക്ക് കാരണങ്ങളും തെറ്റാം. നിങ്ങൾക്ക് ആൻസർ അറിയാം, നിങ്ങൾക്ക് സോൾവ് ചെയ്യേണ്ട രീതി അറിയാം, പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു കെയർലെസ് മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടാവും. ചിലപ്പം ഓപ്ഷൻസ് കിട്ടിയ തെറ്റാം, ചിലപ്പോൾ യൂണിറ്റ്സ് മാറിപ്പോവാം. സെൻറ്റിമീറ്ററിലുള്ളത് മീറ്ററിലും, മീറ്ററിലുള്ള ചോയ്സ് കിലോഗ്രാം, ഗ്രാം, അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസസിൽ ആൻസേഴ്സ് തെറ്റാം. ഇതെല്ലാം അല്ലെങ്കിൽ നിങ്ങൾ OMR-ൽ മാർക്ക് ചെയ്യുമ്പോൾ ഓപ്ഷൻ B ബബിൾ ചെയ്യേണ്ടത് ഓപ്ഷൻ C ഇട്ടേക്കാം. ഇങ്ങനത്തെ പല സോഴ്സസ് ഓഫ് എറർ ഉണ്ട്. ഈ ഒരു കെയർലെസ്നെസ്സിനുള്ള ഏക സൊല്യൂഷൻ എന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക, കുറച്ചും കൂടി വിജിലൻ്റ് ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രാക്ടീസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. സോ പ്രാക്ടീസ് ഫോർ ദാറ്റ്. ഈ വീഡിയോയുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ 8th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു അനാലിസിസ് നിങ്ങൾ എന്തായാലും ക്യാരി ഔട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്താലും ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. ഇത് ചെയ്യാതെ നിങ്ങൾ ജസ്റ്റ് സോൾവ് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ബട്ട് ഇമ്പ്രൂവ്മെൻ്റ് അധികം കാണാൻ സാധ്യതയില്ല. ഇമ്പ്രൂവ്മെൻറ്റ്സ് കുറവായിരിക്കും. മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരു റിവിഷനും കൂടി ആക്ച്വലി സൈഡിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. പോർഷൻസ് ഒന്നുകൂടി നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ഒരു ചാൻസാണ്.
പിന്നെ ഈ നിങ്ങളിപ്പോൾ ഈ തെറ്റിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വീണ്ടും തെറ്റിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എക്സാമിന് ഇതേ ക്വസ്റ്റ്യൻ വന്നാൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളുടെ മൈൻഡിൽ എന്തായാലും വരും, ഞാൻ അന്ന് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, അന്ന് തെറ്റിച്ചിട്ട് ഞാനിതിനെ കറക്റ്റ് ആക്കിയതാണെന്നുള്ള നിങ്ങളുടെ മൈൻഡിൽ വരികയും ചെയ്യും. വിതൗട്ട് അനാലിസിസ് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും വരില്ല. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ സോൾവ് ചെയ്ത് പോകും. എന്താ പറയുക, പ്രാക്ടീസിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നല്ലാതെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. So always carry out your analysis for 1.5 to 2 hours after solving each and every question paper. That's our 8th step.